ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആതിര മനോജ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ എണ്ണമയമുള്ള ചർമ്മത്തിനുള്ള ഹെർബൽ ബ്ലീച്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാശ് മുടക്കി മുഖം വൃത്തികേടാക്കുന്നതിന് പകരം നമ്മൾക്ക് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഹെർബൽ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നിറം കിട്ടും, മുഖത്തിന് അത്ര കേടുപാടൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഹെർബൽ ബ്ലീച്ചാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ മുഖം എണ്ണമയമുള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലീച്ച് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കട്ടത്തൈര്. ഈ കട്ടത്തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരിക്കണം, അതുപോലെ നല്ലോണം പുളിച്ചിരിക്കണം. അപ്പോൾ പുളിച്ച തൈരാണ് വേണ്ടത്. നമ്മൾ കട്ടത്തൈര് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ബ്ലീച്ചും കൂടിയാണ് ഈ കട്ടത്തൈര്. അപ്പോൾ അത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം പ്രകാശമുള്ളതാക്കാനായിട്ട് നമുക്ക് കട്ടത്തൈര് യൂസ് ചെയ്യും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി നമുക്ക് അറിയാമല്ലോ, എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്കൊരു ഫേസ് വാഷ് പോലെയാണ് നമ്മൾ ചെറുപയർ പൊടി യൂസ് ചെയ്യണത്. അപ്പോൾ അത് 1 ടേബിൾ ടീസ്പൂൺ എടുക്കണം. പിന്നെ വേണ്ടത് വാളംപുളി. നമുക്ക് മുഖം നല്ലോണം തിളക്കം വയ്ക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വാളംപുളിയുടെ ജ്യൂസ് അത് 1 ടേബിൾ ടീസ്പൂൺ. പിന്നെ വേണ്ടത് പച്ചത്തക്കാളി നമ്മുടെ മുഖം നല്ല ക്ലിയറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചത്തക്കാളി ഉപയോഗിക്കുന്നത്. അത് വെള്ളം തൊടാതെ നമ്മൾ അരച്ചെടുത്ത് അത് 1 ടേബിൾ ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമുക്ക് ചെറുനാരങ്ങ നമുക്ക് നന്നായിട്ട് അറിയാം, മുഖം നല്ല നിറം വയ്ക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ യൂസ് ചെയ്യണത്. അതുപോലെ അതൊരു അസ്ട്രിജൻ്റ് ആണ്, അപ്പോൾ അതൊരു ബ്ലീച്ചും കൂടിയാണ് ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഈ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷാണ്, നീമിൻ്റെ ഫേസ് വാഷാണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകി വൃത്തിയാക്കാം. ഈ ബ്ലീച്ച് ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കുക, അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഈ ബ്ലീച്ച് നല്ല രീതിയിൽ കട്ടിയായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഈ കഴുകിക്കളയുമ്പോൾ നമ്മൾ ഫേസ് വാഷോ സോപ്പൊന്നും ഉപയോഗിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. പിന്നെ ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്.